പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ചേട്ടത്തി, ക്ലാസ് കഴിഞ്ഞു വന്ന കുഞ്ഞുട്ടിന് ഭക്ഷണം വിളമ്പി കൊടുത്ത് പോകാൻ തുടങ്ങിയവളെ കുഞ്ഞുട്ടിനെ വിളിച്ചതും മിത്ര എന്തെന്ന രീതിയിൽ തിരിഞ്ഞവനെ നോക്കി. ഇന്ന് ചേട്ടത്തി വാരി തരുമോ? കൈ നനക്കാൻ മടിച്ചുകൊണ്ട് കുഞ്ഞുട്ടി മിത്രയോട് ചോദിച്ചു. വേണേ കഴിച്ച് എണീറ്റ് പോടാ, മിത്ര അവനോട് ശബ്ദം കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. പ്ലീസ് ചേട്ടത്തി. നിനക്ക് എന്താ ഡെവിനെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? സ്വന്തമായി കൈയുണ്ടല്ലോ, വേണേ വാരി കഴിച്ചോ, ഇല്ലെങ്കിൽ അവിടെ പട്ടിണി കിടന്നു. ആരെയും മൂട്ടാനും ഉറക്കാനൊന്നും എനിക്ക് വയ്യ, എനിക്കിതിൻ്റെ ആവശ്യമല്ല. മിത്ര കുഞ്ഞുട്ടിന് നേരെ ദേഷ്യത്തിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞതും ആദ്യമായി അവളിൽ നിന്നും ഇങ്ങനെയുള്ള പെരുമാറ്റത്തിൽ സങ്കടം കാരണം കുഞ്ഞുട്ടിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ദേവ, എന്നതാ ഇത്? എന്തിനാ ഇവനെങ്ങനെ വഴക്ക് പറയുന്നത്? മിത്ര ദേഷ്യപ്പെടുത്ത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വന്ന ഡെബി നിറകണ്ടാൽ നിൽക്കുന്ന കുഞ്ഞുട്ടിൻ്റെ അരികിലേക്ക് വന്ന് അവനെ ചേർത്ത് പിടിച്ച് മിത്രയോട് പറഞ്ഞു. വഴക്ക് പറയേണ്ടി വന്നാൽ പറയും, മിണ്ടാ നിൽക്കാനും നോക്കത്തില്ല. എന്നാൽ ഇങ്ങനെ പറയണോ? വാരി കൊടുക്കാൻ പറ്റില്ലേ? അത് പറഞ്ഞാൽ പോരെ. ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ എനിക്ക് തോന്നിയ പോലെ പറയും, എന്നെ ചോദ്യം ചെയ്യാൻ ആരും വരണ്ട. ഡെബിയെ ദേഷ്യത്തിൽ നോക്കി മിത്ര പറഞ്ഞു. ദേവ, കുറേയായി ശ്രദ്ധിക്കുന്നു, എന്നതാ നിനക്ക് പറ്റിയത്? എനിക്ക് മടുത്തു ഇവിടെയുള്ള ജീവിതം, അത്ര തന്നെ. എന്താ നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരാൻ കഴിയോ? ഇല്ലല്ലോ. അതുകൊണ്ട് കൂടുതൽ ഡയലോഗ് എൻ്റെ അടുത്തേക്ക് വരണ്ട. അതും പറഞ്ഞ് കയ്യിലുള്ള ഗ്ലാസ് ഊക്കോടെ തറയിലേക്ക് എറിഞ്ഞ് വെട്ടിത്തെരിഞ്ഞ് റൂമിലേക്ക് പോയവൾ. അവൾ പറഞ്ഞതൊക്കെ കേട്ട് തന്നെ നെഞ്ചു നീർന്നത് പോലെ തോന്നി. നിറഞ്ഞ കണ്ണുകൾ മറച്ചുകൊണ്ട് അവൻ കുഞ്ഞുട്ടിനെ നോക്കി. സങ്കടപ്പെടണ്ട, അവൾ എന്നതിൽ ദേഷ്യത്തിൽ പറഞ്ഞതാവും, അല്ലാതെ എൻ്റെ കുഞ്ഞുട്ടിനോട് ദേഷ്യപ്പെടാൻ അവൾക്ക് പറ്റില്ല. നീ ഒന്ന് കഴിക്ക്. കുഞ്ഞുട്ടിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഡെവി പറഞ്ഞു. എനിക്കിനിപ്പോൾ വേണ്ട, ചേട്ടത്തിയിൽ ഈയിടെയായിട്ട് വല്ലാതെ മാറ്റുണ്ട്, പഴയ ചേട്ടത്തി തന്നെയല്ല. നിറഞ്ഞ കണ്ണോടെ ഡെവിയെ നോക്കി അതും പറഞ്ഞ് കുഞ്ഞുട്ടൻ റൂമിലേക്ക് പോയതും കുറച്ചിടെയായിട്ടുള്ള മിത്രയുടെ ഈ മാറ്റത്തിനുള്ള കാരണം എന്തെന്നറിയാതെ വിഷമത്തിൽ നെഞ്ചും തടവി ഡെവി സെറ്റിയിലേക്കിരുന്നു. ഡേവി കൊച്ചു വന്നില്ലല്ലോ കഴിക്കാൻ, നീ പോയി കൊച്ചിനെ വിളിച്ചോണ്ട് വാ. രാത്രി ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നിട്ടും മിത്ര വരാത്ത കണ്ട് അപ്പച്ചൻ ഡെവിയോട് പറഞ്ഞതും ഡെവി മുകളിലേക്ക് പോയി. നിന്റെ മുഖത്തിന് എന്നതാണ് ഒരു തെളിച്ചല്ലോ? വാടിയ മുഖത്തോടെ ഇരിക്കുന്ന കുഞ്ഞുട്ടിനെ നോക്കി അപ്പച്ചൻ ചോദിച്ചതും ഡാനിയും സംശയത്തിൽ അവന് നോക്കി. എന്തൊരു വല്ലായ്മ, അപ്പൻ്റെ മുഖത്ത് നോക്കാതെ കുഞ്ഞുട്ടൻ പറഞ്ഞു. പാനിക്കുള്ള പുറപ്പാടാകും, ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഗുളിക കുടിച്ചാൽ മതി. അതൊന്നും വേണ്ട, ഇതൊന്നും ഉറങ്ങിയിട്ട് ശരിയായിക്കോളും. കുഞ്ഞുട്ടൻ പറഞ്ഞത് കേട്ട് അപ്പം പിന്നെ എതിർത്തൊന്നും പറഞ്ഞില്ല. ഡെവി റൂമിന് മുന്നിലെത്തുമ്പോൾ റൂമിന്റെ കഥക് അടഞ്ഞു തന്നെ കിടക്കുകയായിരുന്നു. ലോക്കാണെന്ന് കണ്ടതും ഡെവി കഥകിൽ തട്ടി അവളെ വിളിച്ചു. കുറെ വിളിച്ചതിന് ശേഷമാണ് മിത്ര വന്ന് കഥക് തുറന്നത്. എന്താ? കഥക് തുറന്നതും ചാടി കടിക്കും പോലെ ഈർഷ്യയോടെ മിത്ര ഡെവിയോട് ചോദിച്ചു. എന്നതാ കൊച്ചെയ്ത്? ഡെവി ദയനീയമായി മിത്രയോട് ചോദിച്ചു. എന്തിനാ എന്നെ വന്ന് വിളിച്ചത്? വാ, ഭക്ഷണം കഴിക്കണ്ടേ? എനിക്കൊന്നും വേണ്ട, മിത്ര എടുത്തടിച്ചതുപോലെ ഡെവിയോട് പറഞ്ഞു. വന്ന് കഴിക്ക്, ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല. എൻ്റെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം, അതിലാരും ഇടപെടണ്ട. ദേവ, കോവ, ശല്യം ചെയ്യാതൊന്ന് പോയി തരൂ, എനിക്കിതിരി മനസമാധാനം വേണം. ദേഷ്യത്തിൽ പറഞ്ഞ് മിത്ര അവന് മുന്നിലായി കഥകടച്ചതും ഡെവിയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. ഒന്ന് നീച്ചു ശ്വാസം വലിച്ചു വിട്ട് മുഖത്തൊരു ചിരി വരുത്തി ഡെവി താഴേക്ക് പോയി. കൊച്ചു വന്നില്ലേടാ? ഇല്ലപ്പാ, അവൾക്ക് വയ്യ, തലവേദനയാ, നേരത്തെ കിടന്നു. മിത്രയെ സ്വന്തം മോളെ പോലെ കണ്ട് സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ അപ്പൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ വിഷമിക്കുന്ന അറിയാവുന്ന ഡെവി വേഗം വായിൽ തന്നിയൊരു കള്ളം പറഞ്ഞതും കുഞ്ഞുട്ടൻ വിഷമത്തിൽ ഡെബിയെ നോക്കിയതും ഡെവി ഒന്നുമില്ലെന്ന രീതിയിൽ അവനെ നോക്കി കണ്ണു ചിമ്മി. അപ്പനും ഡാനിക്ക് സംശയമൊന്നും തോന്നാതിരിക്കാൻ ഡെവി എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി എണീറ്റു. കിച്ചണിലെ പണിയെല്ലാം തീർത്ത് ഡെവി റൂമിലേക്ക് എത്തുമ്പോൾ മിത്ര ഉറങ്ങിയിരുന്നു. തൻ്റെ പഴയ ദേവയിൽ നിന്നും ഇന്നത്തെ ദേവയ്ക്ക് ഒത്തിരി മാറ്റമുണ്ടെന്ന് ആലോചിച്ചതും ഡെവിയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. അവളെ നന്നായി പുതപ്പിച്ചു കൊടുത്ത് കട്ടിലിനടിയിൽ നിന്നും മടക്കി വെച്ച് പാവിരിച്ച് ഡേവിഡ് അതിലേക്ക് കിടന്നു. കുറച്ചായിട്ട് ഇപ്പം ഇങ്ങനെയാണ്. ഒരു ദിവസം ഡെവി വന്ന് ബെഡിൽ കിടന്നപ്പോൾ മിത്ര ഇറങ്ങി താഴേക്ക് കിടന്നു. അതിനുശേഷം അവളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഡെവി തന്നെ താഴേക്ക് കിടക്കാൻ തുടങ്ങി. അവളില്ലാതെ കിടക്കുമ്പോൾ അവന് വല്ലാത്ത ശൂന്യമായി തോന്നിയെങ്കിലും പോകെ പോകെ ആ ശൂന്യത ഡെവിക്ക് പരിചിതമായി. രാവിലെ എണീറ്റ് ഡെവിയുടെ കണ്ണുകൾ ആദ്യം മുടക്കിയത് ബെഡിലായിരുന്നു. ശൂന്യമായ ബെഡ് കണ്ടതും ഡെവി ഒന്ന് നിശ്വസിച്ചു. ഫ്രഷാകാൻ വേണ്ടി തോർത്തുമെടുത്ത് തോളിലിട്ട് ഇറങ്ങാൻ നേരത്താണ് ടേബിളിൽ വെച്ച പേപ്പർ ഡെവിയുടെ കണ്ണിൽ പെട്ടത്. അതിൽ മിത്രയുടെ കൈപ്പട കണ്ടതും ഡെവി വേഗം അതെടുത്ത് വായിച്ചു നോക്കി. എനിക്ക് ജീവിതം മടുത്തു, ഞാൻ പോകുന്നു.
അന്വേഷിച്ച് വരേണ്ടതില്ല. അത്രമാത്രമായിരുന്നു ആ പേപ്പറിൽ ഉണ്ടായിരുന്നത്. രവി ഒന്നുകൂടി ഉറപ്പിക്കാനെന്നവണ്ണം അതിലെ വരികൾ വായിച്ചു. അപ്പോഴേക്കും കണ്ണു നിറഞ്ഞു തുളുമ്പി കാഴ്ചയെ മറച്ച് നെഞ്ചു പൊട്ടുന്ന വേദനയിൽ വിറക്കുന്ന ദേഹത്തോട് അവൻ ബെഡിലേക്കിരുന്നു. പെട്ടെന്ന് ഡെബിയുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയതും മിത്രയാകുമെന്ന് കരുതി ഫോൺ എടുത്തതും ദക്ഷിത്തിന്റെ പേര് കണ്ടെന്ന് ഡെബിയുടെ മുഖം മങ്ങി. എങ്കിലും ഡേവിഡ് വേഗം കോൾ എടുത്തു. ഹലോ. ആൻസർ ബട്ടൺ ഞെക്കി ചെവിയോട് ചേർത്ത് ഡെബി. ഹലോ അളിയ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുഞ്ഞിവിടെ ഇത്തിരി മുമ്പ് എത്തിയിട്ടുണ്ട്. ദേവ അവിടെ ഉണ്ടോ? ആ, ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. രാവിലെ തന്നെ വരുവാൻ എന്ത് പറ്റുമെന്ന് ചോദിച്ചതിന് ഞങ്ങളോടെല്ലാം ദേഷ്യപ്പെട്ട് റൂമിൽ കയറി വാതിലടച്ചിട്ടുണ്ട്. അതാ ചോദിച്ചത്, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന്. ദീക്ഷിത്തിന്റെ ചോദ്യം കേടുന്ന ഡെവി അവർ ധ്യാനിന്റെ വീട്ടിൽ പോയി കുഞ്ഞിന്റെ ചടങ്ങ് കഴിഞ്ഞ് വന്ന ദിവസം അന്ന് മുതൽ അവളുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റമെല്ലാം ദീക്ഷിത്തിനോട് പറഞ്ഞു. ആ, ഏതായാലും അളിയൻ വന്ന് അവളോടൊന്ന് കണ്ട് സംസാരിക്കുക. പാട്ടിയുടെ സ്വഭാവം അറിയാലോ. എന്തെങ്കിലും ഒരു ഇത്തിരി കിട്ടാൻ നിൽക്കുക നിങ്ങൾ തമ്മിൽ പിരിക്കാൻ, അത് ഓർക്കണം. അവസാനം ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ദീക്ഷിത്ത് അതും പറഞ്ഞ് ഫോൺ വെച്ചതും ഡെവി കുറച്ചു നേരം അവിടെ ഇരുന്നു. മിത്രയ്ക്ക് എന്തായിരിക്കും പറ്റിയെന്ന് ആലോചിച്ച് ഡെവിക്ക് ഒരു എത്തും പിടിയും കിട്ടിയില്ല. കുറച്ചു നേരം അങ്ങനെ ഇരുന്ന് മുഖം അമർത്തി തുറച്ച് ഡേവിഡ് താഴേക്ക് പോയി. ആ, നീ എണീറ്റോ? മോളെന്തേ എണീറ്റില്ലേ? ഹാളിൽ ചായയും കുടിച്ച് ന്യൂസ് പേപ്പറും വായിച്ചിരുന്ന അപ്പച്ചൻ ഡെവിയോട് ചോദിച്ചു. ദേവ് ഇവിടെ ഇല്ല അപ്പച്ച. ഇല്ലേ? കൊച്ചി ഇത്ര രാവിലെ ഇത് എങ്ങോട്ട് പോയി? ഡെവി പറഞ്ഞത് കേട്ട് സംശയത്തിൽ അവനെ നോക്കിക്കൊണ്ട് അപ്പച്ചൻ ചോദിച്ചു. അത് പിന്നെ രാവിലെ ക്ഷേത്രം വരെ പോയതാ. അവിടുന്ന് വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നു. യഥാർത്ഥ കാരണം മറച്ചു വെച്ച് ഡെവി മനസ്സിൽ പഠിച്ചു വെച്ച കള്ളം പറഞ്ഞു. എല്ലാവരും സത്യം പറയും മുമ്പ് അവളെ തിരിച്ചു കൊണ്ടുവരാമെന്നാണ് ഡെവി വിചാരിച്ചിരിക്കുന്നത്. ആ, നേരത്തെ പോയല്ലേ? കൊച്ചെങ്ങനെയാടാ ഒറ്റക്കാണോടാ പോയത്? അല്ല, ദക്ഷിത്ത് വന്നിരുന്നു അവളെ കൊണ്ടുപോകാൻ. അവരെല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. അപ്പനൊക്കെ ഉറക്കായിരുന്നു, അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത്. അപ്പൻ്റെ മുഖത്ത് നോക്കാതെ ഡെവി അത്രമാത്രം പറഞ്ഞ് വേഗം അവിടുന്ന് പോയി. ഡെവി അടുക്കളയിലെത്തുമ്പോൾ കാണുന്നത് ദോശ ഉണ്ടാക്കുന്ന ഡാനിയും കറിക്കുള്ള തേങ്ങ ചെരുപ്പ് ദോശക്കുള്ള കറി ഉണ്ടാക്കാൻ ഒരുങ്ങുന്ന കുഞ്ഞുട്ടിനെയാണ്. അവരും മിത്രയെ കാണാതെ തിരക്കിയെങ്കിലും ഡെവി അപ്പനോട് പറഞ്ഞ് അതേ കള്ളം പറഞ്ഞ് കൂടുതൽ ചോദ്യങ്ങൾക്ക് നിൽക്കാതെ ഡെവി കുളിക്കാൻ പോയി. അപ്പനും ഡാനിയും സൂപ്പർ മാർക്കറ്റിലേക്കും കുഞ്ഞുട്ടൻ ക്ലാസ്സിനും പോയതും ഡെവി വേഗം ഡ്രസ്സ് മാറ്റി ദേവർ മഠത്തിലേക്ക് പോയി. ആ, ഡെവിയോ, കയറി വാ. ഡെവിയെ കണ്ടതും അയ്യര് നിറഞ്ഞ ചിരിയോട് ഉള്ളിലേക്ക് സ്വീകരിച്ചിരുത്തി. ഓ, ഇവനായിരുന്നോ? നീക്ക് എന്താടാ ഞങ്ങളെ കുഞ്ഞിന് ചെയ്തത്? ഇങ്ങോട്ട് വന്ന നിമിഷം മുതൽ റൂമിൽ കയറി കഥ കടച്ചിരിക്കുക. ഇതുവരെ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. അങ്ങോട്ട് വന്ന പാട്ടി ഡെവിയെ കണ്ട് കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ ഡെവിയുടെയും വീട്ടുകാരുടെയും സ്വഭാവം അവിടെയുള്ളവർക്ക് ശരിക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നൊരു പ്രശ്നവും ഇത്രക്കും ഉണ്ടാകില്ലെന്ന് അവർക്കെല്ലാം ഉറപ്പായിരുന്നു. അമ്മയൊന്നും മിണ്ടാതിരുന്നേ, എന്തൊക്കെയായി പറയുന്നത്? കുഞ്ഞെ അവിടെ പ്രശ്നമുണ്ടാക്കി പിണങ്ങി വന്നത് അയ്യരിഷ്ടക്കേടോടെ പാട്ടിയോട് പറഞ്ഞു. ഓ, നിനക്ക് അല്ലെങ്കിൽ നിന്റെ മക്കളെ അല്ലല്ലോ വിശ്വാസം. അവളെ വിശ്വസിക്കാത്തത് കൊണ്ടാ എന്റെ കുഞ്ഞ് ആ കുടുംബത്തിൽ കഴിയേണ്ടി വന്നത്. പാട്ടി പറയുന്നതൊക്കെ കേട്ട് ഡേവിഡിന് വല്ലായ്മ തോന്നിയെങ്കിലും അവരുടെ പ്രായത്തെ ഓർത്ത് അവൻ മിണ്ടാതെ നിന്നു. അമ്മ മിണ്ടാതെ അകത്ത് പോയി. അയ്യര് ശബ്ദം ഘടിപ്പിച്ചുകൊണ്ട് പാട്ടിയോട് പറഞ്ഞതും പാട്ടി എല്ലാവരെയും ഒന്ന് ദേഷ്യത്തിൽ നോക്കി അവിടുന്ന് പോയി. സോറി ഡെവി, അമ്മ അങ്ങനെയാ, ഒന്നും വിചാരിക്കരുതേ. അയ്യര് വല്ലായ്മയോട് ഡെവിയോട് പറഞ്ഞു. ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. ദേവ് എവിടെ? മുകളിൽ റൂമിലാണ്. മോന് കഴിക്കാനെടുക്കട്ടെ? മുകളിലേക്ക് പോകാൻ നിന്ന ഡെബിയെ തടഞ്ഞുകൊണ്ട് മിത്രയുടെ അമ്മ മോഹിനി ചോദിച്ചു. വേണ്ട, അത്രമാത്രം പറഞ്ഞ് ഡെബി തൻ്റെ പ്രാണനായവളെ കാണാൻ ധൃതിയിൽ മുകളിലേക്ക് നടന്നു. ദേവ. അവളുടെ റൂമിന് മുന്നിലെത്തിയതും ഡെബി അടഞ്ഞു കിടക്കുന്ന ഡോറിൽ തട്ടി. ദേവ, കൊച്ചേ, കഥക് തുറക്ക്. ഉള്ളിൽ അനക്കൊന്നും ഇല്ലാത്തത് കണ്ട് രവി ഒന്ന് ശക്തമായി ഡോറിൽ തട്ടി വിളിച്ചു. ഡോറിൽ തട്ടി വിളിക്കുന്നത് നിർത്തലെന്ന് കണ്ടതും ബെഡിൽ കിടന്നിരുന്ന മിത്ര എണീറ്റ് മുഖം അമർത്തി തുടച്ച് മനസ്സിനെ കല്ലാക്കി ഡോറിനരികിലേക്ക് നടന്നു. എന്താ? ഡോറ് തുറന്നതും മുന്നിൽ നിൽക്കുന്ന രവിയെ നോക്കി ശബ്ദം ഘടിപ്പിച്ചുകൊണ്ട് മിത്ര ചോദിച്ചു. എന്നാൽ പാറിപ്പറന്ന മുടിയും കരഞ്ഞു വീർത്ത കണ്ണുകളുമായി തൻ്റെ മുന്നിൽ നിൽക്കുന്നവളെ ശ്രദ്ധിക്കുന്ന തിരക്കിൽ അവൾ ചോദിച്ചതൊന്നും രവി കേട്ടിരുന്നില്ല. കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് അവൾ നന്നായി ക്ഷീണിച്ചതുപോലെ തോന്നിയവന്. മിത്രയെ അങ്ങനെ കാണും തോറും അവനെ നെഞ്ചു പൊടിഞ്ഞു. എന്നതാ കൊച്ചേത്? എന്നെ കോലായത്? മിത്രയെ അടിമുടി നോക്കി ദയനീയതയോടെ രവി ചോദിച്ചു. എന്തായാലും നിങ്ങൾക്കെന്താ? എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. രവിയെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് മിത്ര പറഞ്ഞു. ദേവ, എന്നതാ തനിക്ക് പറ്റിയത്?
അവളുടെ പെരുമാറ്റം സഹിക്കാനാവാതെ ഡേവിഡ് ചോദിച്ചു. ഭ്രാന്ത്, നല്ല മുഴുത്ത ഭ്രാന്താ എനിക്ക്. എന്തേ? കൊച്ചെ, എന്നതൊക്കെയാ നീ വിളിച്ചു പറയുന്നത്? ഞാൻ വന്ന് തന്നെ തിരിച്ചു കൊണ്ടുപോകാനാ? ഞാൻ എങ്ങോട്ടുമില്ല. എല്ലാ ബന്ധവും ഉപേക്ഷിച്ച ഞാൻ അവിടുന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു തിരിച്ചവരും അങ്ങോട്ടില്ല. അതിന് മാത്രം ഒരു ബന്ധവും എനിക്കവിടെ ആരുമായിട്ടില്ല. ഡെബിയെ നോക്കി ഹൃദയം കല്ലാക്കി ദേഷ്യത്തിൽ മിത്ര പറഞ്ഞു. അതിന് മാത്രം എന്ത് പ്രശ്നം ഉണ്ടായത്? കാര്യം എന്നതാണ് പറദേവ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഡെബി പരമാവധി അവളുടെ മുന്നിൽ താഴ്ന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞു. എന്ത് ശല്യാണിത്? ഞാൻ പറഞ്ഞതല്ലേ എന്നെ അന്വേഷിച്ച് വരണ്ടെന്ന്. പിന്നെ എന്തിനാ അങ്ങോട്ട് വന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ കാര്യം പറഞ്ഞ് നിങ്ങളോ നിങ്ങളുടെ ബാക്കിക്കാരോ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നാ പിന്നെ ഈ ദേവമിത്രി ആരും ജീവനോടെ കാണില്ല. അവസാനിപ്പിക്കും ഞാൻ എൻ്റെ ജീവിതം തന്നെ. അതുകൊണ്ട് ഇനി എൻ്റെ കണ്ണിന് പോലും നിങ്ങളൊന്നും കണ്ടു പോകരുത്. വാശിയോടെ അവൾ ഡെബിയോട് അലറിയതും ഡെബി അവൾ പറഞ്ഞത് കേട്ട് തകർന്ന് നിറകണ്ണുകളോട് അവളെ നോക്കി. ദേവ. ഡെബി അവിശ്വസനീതിയോടെ അവളെ നോക്കി ഇറച്ചിയോടെ വിളിച്ചു. ശല്യം ചെയ്തൊന്ന് പോകൂ, എനിക്കിത്തിരി മനസമാധാനം വേണം. ഡെബിയുടെ മുഖത്ത് നോക്കി മിത്ര അത്രയും പറഞ്ഞ് കഥക് വലിച്ചടിച്ചതും എല്ലാം തകർന്നവനെ പോലെ ഡെബി ഇത്തിരി നേരം മടഞ്ഞ ആ ഡോറിലേക്ക് നോക്കി നിന്നു. അവളുടെ വാക്കുകൾ ഉള്ളിലുണ്ടാക്കിയ മുറിവിൽ നിന്നും രക്തം കിരിയുന്നത് ഡെബി അറിഞ്ഞു. ആരോടൊന്നും പറയാൻ നിൽക്കാതെ എല്ലാം തകർന്നവനെ പോലെ അവിടുന്ന് പടിയിറങ്ങുമ്പോൾ പോലും ഡെബിയുടെ ഉള്ളിൽ അവളോടുള്ള അഗാധമായ പ്രണയത്തിന് ഒരു തരിമ്പ് പോലും കുറവ് വന്നില്ലായിരുന്നു.